ഹലോ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആമിക്കുട്ടി നേഴ്സറി പോവാട്ടാ. ആമിക്കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് നേഴ്സറി പോകണില്ല. ഞാൻ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങൊക്കെ ആയിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ നവംബർ 9-ന് 3 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ വിടാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ടീച്ചർ വിളിക്കും. അപ്പോഴാണ് പോവുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ തോന്നണ കുട്ടീനെ നേഴ്സറിയിൽ നല്ല ഇഷ്ടമുള്ള കുട്ടിയാണ് ആമിക്ക്. കാരണം ആമിക്കുട്ടിയൊക്കെ ചെറിയ കുട്ടിയാണ്. അതിനിപ്പോൾ 3 വയസ്സായിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ എന്ന് പോയാലും അതിനൊന്ന് തോണ്ടി നോക്കാം ആമി. പിന്നെ മൂപ്പരാൾ വലിയ കുഴപ്പമില്ല, കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിള്ളേരൊക്കെ വൈറ്റ് ഡ്രസ് കോഡിലായിരുന്നു കേട്ടോ. ആമിക്കുട്ടി വൈറ്റ് ഇട്ടിട്ട് തന്നെ പോയി. കുറേ കുട്ടികൾ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. जय 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 चाचाजी जवाहरलाल जय 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 चाचाजी जय 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 ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായിട്ട് ചെറിയൊരു റാലി ഉണ്ടായിരുന്നു. പേരൻസും കുട്ടികളും ടീച്ചറും കൂടിയിട്ട് ചെറിയൊരു റാലി പോലെ കുറച്ചൊരു ദൂരം പോയി. പിന്നെ അങ്ങനെ റിട്ടേൺ ക്ലാസ്സിൽ വന്നു. ഇത് ഇത്ര കുട്ടികളായിട്ട് റാലിയിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ എല്ലാവർക്കും നാരങ്ങ വെള്ളമൊക്കെ പേരൻസിനും കുട്ടികൾക്കൊക്കെ കൊടുത്തു. 2 ദിവസമായിട്ടാണ് ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് ദിവസം ആമിക്കുട്ടി റാലിക്ക് പോയിട്ട് പോന്നു. ഉച്ചയ്ക്ക് കുട്ടികളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആമിക്കുട്ടിക്ക് പോകാൻ പറ്റിയില്ല. അവൾക്ക് ചെറിയ ചൂടും പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിട്ടില്ല. ഇത് പിറ്റേ ദിവസം ടീച്ചർ വിളിച്ചപ്പോൾ ഇന്നും ഉണ്ട് കുട്ടികളെ ചെറിയ പ്രോഗ്രാംസ്, പിന്നെ പേരൻസിനും ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാട്ടാ. അപ്പോൾ ഇന്നലെ അവിടെ കുറേ ട്രോഫികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇന്നലത്തെ പ്രോഗ്രാംസിലത്തെ വിന്നേഴ്സിനും പിന്നെ ഇന്നത്തെ പ്രോഗ്രാംസിൻ്റെ വിന്നേഴ്സിനൊക്കെ കൊടുക്കാനായിട്ടാണ്. എന്താ കുട്ടികൾക്കൊക്കെ അവരുടെ പേരൻസ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കേണ്ട എന്താ ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ പിള്ളേരുടെ പേരൻസിൻ്റെ കേസ് ഒന്ന് എടുത്ത് പറയണം. കാരണം എല്ലാവരും നല്ല സപ്പോർട്ടീവ് പേരൻസാണ്. എല്ലാ പ്രോഗ്രാംസിലും അടിപൊളിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ ഒരുക്കാനും പിടിക്കാനൊക്കെ നല്ല സ്മാർട്ടായിട്ടാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ഇത് നേഴ്സറിയുടെ സൈഡിലുള്ള ഒരു ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ ആട്ടാ. ഉള്ള സ്ഥലത്ത് കുഴപ്പമില്ലാണ്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. മത്തങ്ങയും ഓമക്കായും കുമ്പളങ്ങയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടാ. നേഴ്സറിയുടെ അപ്പുറത്തൊരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം ഇന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു മുറ്റമൊക്കെ ഉള്ളൊരു വീടാണ്. അപ്പോൾ മുറ്റത്ത് കുറേ ചെയർസൊക്കെ ഇട്ടിട്ട് പാരൻസിനൊക്കെ ഇരിക്കാം. പിന്നെ കുട്ടികളെ പ്രോഗ്രാംസ് അവരുടെ ഉമ്മാത്ത് വെച്ച് നടത്താനാണ്. അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഉമ്മാറാണ്. അപ്പോൾ പ്രോഗ്രാംസിന് പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികളെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അവർക്ക് പറ്റണ പോലെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ അതുപോലൊക്കെ അവർ പെർഫോം ചെയ്തു. പിന്നെ ടീച്ചർ നല്ല സപ്പോർട്ടീവായിരുന്നു. ടീച്ചർ സൈഡിൽ നിന്ന് നല്ലോ അവർക്കൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ആമിക്കുട്ടി സ്രായക്കുട്ടിയുടെ മടിയിൽ ഇരുന്നിട്ട് നല്ല ക്ലാപ്പായിരുന്നു. അവൾക്ക് നല്ല സന്തോഷമായി ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ മൂപ്പരാൾ നല്ല ക്ലാപ്പായിരുന്നു അവിടെ ഇരുന്നിട്ട്. ഇനി കുട്ടികളെ പാരൻസിൻ്റെ കസേരകളി, പിന്നെ കുട്ടികളെ വേറെ വലിയ കുട്ടികളുടെയും പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ കസേരകളിൽ ഞാനും പങ്കെടുത്തു. കുറച്ച് റൗണ്ടൊക്കെ ഇങ്ങനെ പോയി. പിന്നെ ലാസ്റ്റ് താറാവുമ്പോഴേക്കും ഞാൻ ഔട്ടായിട്ടാ. ഇങ്ങനെ ഒരു പ്രോഗ്രാംസിലൊക്കെ നമ്മളും പങ്കെടുക്കണം കേട്ടോ. ചിലർക്കൊക്കെ തന്നെ മടിയാവും. പക്ഷേ എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഓരോ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാൻ. നമ്മളും ചെറിയ പിള്ളേരാവണ പോലെയാണ് അപ്പോൾ തോന്നുന്നത് നമുക്ക്.
ലാസ്റ്റ് ഇത് ഇവർ മൂന്നാളാണ് ആയത് കേട്ടാ. ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കൊരു ടെൻഷൻ, ഒരു കസാരി രണ്ടാൾക്കാരാകുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. പിന്നെ ഒന്നാമത് കെട്ടിമറിഞ്ഞ് വീഴുന്ന നമ്മൾ നാളും കെടൂല എത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട്. എന്നാലും എല്ലാവരും അടിപൊളിയായിട്ട് പരിപാടിയിലൊക്കെ പങ്കെടുത്തു കേട്ടാ. നെക്സ്റ്റ് ഗേൾസിൻ്റെ കസരകളായിരുന്നു. അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ അടിപൊളിയായിട്ട് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആമിക്കുട്ടി ജാതി ക്ലാപ്പായിരുന്നു. ചാടിയിട്ടൊക്കെ ആയിരുന്നു ആമിക്കുട്ടി ക്ലാപ്പ് ചെയ്തിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. ഇതടുത്തത് ഇനി ബോയ്സിൻ്റെ കസര കളി ഇട്ടാ. അതിലൊരു കുഞ്ഞൊരു മോനെ കാണാട്ടത്, ഫുൾ സ്ലീവ് ഇട്ടിട്ടുള്ള ബ്ലാക്ക്. അവൻ ചെറുതാണ്. ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റിൽ ഞാൻ ഔട്ട് വന്നു, പക്ഷെ അവൻ ഫൈനൽ വരെ എത്തിയിട്ടാ. ഒന്ന് തണൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ സുബേഷും, പിന്നെ ഒന്ന് ഇന്ത്യൻ ട്യൂഷൻ സെന്റർ സൗദ നമ്മുടെ പട്ടിക്കര, അവരാണ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 2 ലേക്കേഴ്സ് അവർക്ക് നമ്മൾ പ്രത്യേകം നന്ദിയാണ്. അടുത്ത വർഷം നമുക്ക് ഉണ്ടാവും. ഇനി ഇന്നലെ ഇന്നായിട്ട് നടന്ന പ്രോഗ്രാംസിലെ വിന്നേഴ്സിനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത മക്കൾക്കൊക്കെ പ്രൈസ് കൊടുക്കലേട്ടാ. അപ്പോൾ കുറേ മക്കൾക്ക് പ്രൈസ് കിട്ടി. ആമിക്കുട്ടിക്ക് ഒന്ന് കിട്ടിയിട്ടാ. ആമിക്കുട്ടിക്ക് റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേനെ. ഇങ്ങനെ ഓരോക്കെ പ്രൈസ് കിട്ടുക പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനാണ്. കുട്ടികൾക്ക് ഓരോ പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് അതൊക്കെ. അതിന് ഫൈനലി ആമിക്കുട്ടിക്ക് ഒരു ട്രോഫി കിട്ടിയിട്ടാ. വളരെയധികം സന്തോഷമുണ്ട്. ആമിക്കുട്ടീൻ്റെ ലൈഫിൽ ഫസ്റ്റ് അച്ചീവ്മെൻറ്റ്, ഫസ്റ്റ് പ്രൈസാണ്. ഇനി ഒരുപാട് ട്രോഫികൾ ആമിക്കുട്ടിക്ക് ലൈഫിൽ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തിട്ടാണ് പിരിഞ്ഞത്. അടിപൊളി പായസമായിരുന്നു. ആമിക്കുട്ടിക്ക് നല്ല ഇഷ്ടമായി. ആമിക്കുട്ടി ഇതത് കഴിച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ തരാമെന്ന് പറയുമ്പോൾ സമ്മതിക്കണില്ല. എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ടാണ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ആമിക്കുട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോസിനും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.